നമ്മൾ പോകുന്നു അടുത്ത വാർത്തയിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സിറോ മലബാർ സഭ മത്സരിക്കാൻ താൽപര്യമുള്ള യുവജനങ്ങളുടെ പട്ടിക തയ്യാറാക്കാനാണ് KCYM മാനന്തവാടി രൂപതയുടെ നിർദ്ദേശമുള്ളത്. താമരശ്ശേരി, തൃശൂർ രൂപതകളിലും സമാന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സിറോ മലബാർ സഭയിലെ ക്രൈസ്തവ സംഘടനകളിൽ അംഗമായവർ മത്സരിക്കുകയാണെങ്കിൽ പിന്തുണ നൽകും. രാഷ്ട്രീയ പാർട്ടികൾക്കല്ല, വ്യക്തികൾക്കാണ് പിന്തുണ നൽകുന്നതെന്ന് KCYM മാനന്തവാടി രൂപത പ്രസിഡന്റ് ബിബിൻ ജോസ് പറഞ്ഞു. നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന നമുക്ക് പല അവകാശങ്ങളും പല സമയങ്ങളിൽ ലഭിക്കാറില്ല. അപ്പം അത് നമുക്ക് ഈ പറഞ്ഞ പോലെ തദ്ദേശപരമായിട്ട് നമുക്ക് രാഷ്ട്രീയപരമായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലുള്ള പല കാര്യങ്ങളും നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ ന്യൂനപക്ഷം എന്ന രീതിയിൽ നമുക്ക് പല കാര്യങ്ങളും കിട്ടേണ്ടതായിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് ലഭിക്കുന്നില്ല, പല കാരണങ്ങളും തടസ്സപ്പെട്ടു പോവുകയാണ്. അപ്പം അത് ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു കാരണമായി നമ്മൾ കാണുന്നു. അപ്പം നമ്മുടെ യുവജനങ്ങൾ അതിലേക്ക് വരുമ്പോൾ നമുക്കത് കൂടുതലായിട്ട് നേടിയെടുക്കാൻ സാധിക്കുമെന്ന്, കാരണം അവിടെ ഒരു വോയിസ് നമുക്ക് യുവജനങ്ങൾ എന്ന നിലയിൽ അല്ലെങ്കിൽ ക്രൈസ്തവൻ എന്ന നിലയിൽ നമുക്ക് ലഭിക്കും. അപ്പം അതില്ലാതെ വരുന്നതിൻ്റെ കുറവുകൾ ഒരു ക്രൈസ്തവനും ഈ സമൂഹത്തിൽ അനുഭവിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ സംസ്ഥാന സമിതി വരെ നമുക്ക് ഇതിനോട് അനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ KCYMന്റെ സംസ്ഥാന സമിതി വരെ ഈ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ഒരു പദയാത്ര പോലുള്ള കാര്യങ്ങൾ മുൻപോട്ട് വെച്ചുകൊണ്ട് യുവജനങ്ങൾ കൂടുതലായിട്ട് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മുൻപോട്ട് ഇറങ്ങുക എന്ന ലക്ഷ്യത്തോടു കൂടെ വരുന്നുണ്ട്. അപ്പം അതിനോട് ചേർത്ത് നിർത്തിക്കൊണ്ടാണ് KCYM മാനന്തവാടി രൂപത ഈ ഒരു പ്രവർത്തനം കൂടുതലായിട്ട് മുൻപോട്ട് വരുന്നത്. വയനാട്ടിൽ നിന്ന് ലിനറ്റ് വർഗീസ് ചേരുന്നു. ലിനറ്റ്, കാലങ്ങളായുള്ള സങ്കല്പങ്ങളെയും രീതികളെയും ഒക്കെ മാറ്റുന്നു അല്ലെങ്കിൽ തിരുത്താൻ ആഗ്രഹിച്ചുകൊണ്ട് സിറോ മലബാർ സഭ പുതിയൊരു ഘട്ടത്തിലേക്ക് ചുവട് വെക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ലിനറ്റ് സഭയുടെ ലക്ഷ്യം? സംഗീത, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഈ പങ്കാളിത്തം ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സിറോ മലബാർ സഭ. പ്രത്യേകിച്ച് യുവജനങ്ങളെയും അതോടൊപ്പം തന്നെ ക്രൈസ്തവ നേതാക്കളെയും അണിനിരത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് സിറോ മലബാർ സഭ ശ്രമിക്കുന്നത്. ഈ മാനന്തവാടി രൂപതയുടെ ഭാഗമായിട്ടുള്ള KCYM ആണ് ഇത്തരത്തിലുള്ള ഒരു സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള യുവജനങ്ങളുടെ ലിസ്റ്റ് നൽകണമെന്നാണ് KCYM മാനന്തവാടി രൂപതയുടെ പ്രസിഡന്റ് സർക്കുലറിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവർ രാഷ്ട്രീയ പാർട്ടികൾക്ക് പിന്തുണ നൽകുകയില്ല, മറിച്ച് വ്യക്തികൾക്ക് പിന്തുണ നൽകുമെന്നാണ് മാനന്തവാടിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ബിബിൻ ജോസ് ന്യൂസ് മലയാളത്തോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം ഇത്തരത്തിലുള്ള ഒരു നയം തന്നെയാണ് മറ്റു രൂപതകളും സ്വീകരിക്കുന്നത്. താമരശ്ശേരിയും തൃശ്ശൂരും പോലുള്ള രൂപതകളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു നിലപാടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി ഒരുങ്ങിയിരുന്നത്. പ്രത്യേകിച്ച് KCYM, കത്തോലിക്ക കോൺഗ്രസ് പോലുള്ള സംഘടനകൾ വഴിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ നേതൃത്വം നൽകുന്നത്. അതോടൊപ്പം അവർ എടുത്തു പറയുന്ന കാര്യം, ക്രൈസ്തവരുടെ ശബ്ദം ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഉയരുന്നതിനും ഈ ന്യൂനപക്ഷ അവകാശങ്ങളൊക്കെ തന്നെ സംരക്ഷിക്കുന്നതിനും ക്രൈസ്തവ നേതാക്കൾ ആവശ്യമാണ്. അതുകൊണ്ട് തങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് തങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങുന്നതെന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം കത്തോലിക്ക കോൺഗ്രസിന്റെയും KCYMന്റെയും ഭാഗത്തു നിന്ന് വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ടുകൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ഇടവക തലങ്ങളിൽ വലിയ രീതിയിലുള്ള പരിപാടികളാണ് അവർ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും ഇനി വോട്ടുകൾ ചേർക്കാൻ വേണ്ടി ആവശ്യമുണ്ടെങ്കിൽ ഇടവക തലങ്ങളിൽ നിന്ന് ആളുകൾ അതിനു വേണ്ടിയിട്ട് KCYM അതോടൊപ്പം തന്നെ കത്തോലിക്ക കോൺഗ്രസും ഒക്കെ തന്നെ നേതൃത്വം നൽകിക്കൊണ്ട് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. സംഗീത. ശരി ലിനറ്റ്, എന്താണെങ്കിലും സിറോ മലബാർ സഭ പുതിയൊരു ചുവടുവെപ്പ്, അത് പങ്കാളിത്തം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉറപ്പുവരുത്താൻ എന്നുള്ള രീതിയിലേക്ക് കടക്കുന്നു സിറോ മലബാർ സഭ എന്നുള്ളതാണ്. ലിനറ്റ് വർഗീസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ വയനാട്ടിൽ നിന്നും പങ്കുവച്ചത്.